പറഞ്ഞാൽ മതി. ഒരേ ഒരു ദിക്ർ ലോക ഇടിഞ്ഞു വീണാലും പിടിച്ചിരിക്കാൻ കഴിയും. എത്രയൊക്കെ യവനൊക്കെ നമ്മൾ എന്തൊക്കെ പറയാം, ഭർത്താവ്, മക്കള്, ഭാര്യ, കൂട്ടുകാര്, കുടുംബക്കാര്, മാതാപിതാക്കള്, ഈ നാട് മുഴുവനും നിനക്കെതിരായാലും നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ മരിക്കണമെന്ന് തോന്നുമ്പോൾ, ആത്മഹത്യ ചെയ്താൽ കൊള്ളാം, എന്നെക്കൊണ്ട് ഇത് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് ചാകണമെന്ന് തോന്നിയ അതിന് മുമ്പ് ഒരു 3 പ്രാവശ്യം ഈ ദിക്ർ പറ, നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിക്റാണ് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നിന്റെ കൂട്ടുകാരും നിന്റെ അയൽവാസികളും നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോൾ, അല്ലാഹുവേ, നാട്ടുകാര് കളിയാക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത്? പടച്ചവനെ, എന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമല്ലോ എന്നോർത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പെങ്ങളെ. ആയിഷ ബീബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് മുനാഫിക്കീങ്ങൾ പറഞ്ഞു പരത്തുകയാ. സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്. ഈ സഹാബിയുടെ കൂടെ വ്യഭിചരിച്ചെന്ന് പടച്ചവനെ നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. ഒരു നാട് മുഴുവനും വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് പോലും വിശ്വസിച്ചു പോയി. എവിടെയും ആയിഷയെ കുറിച്ചാണ് ചർച്ച, എവിടെയും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച. പടച്ചവനെ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടൊരു സമാധാനമില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയിഷ. ഭാര്യയോട് ഭർത്താവ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ പടച്ചവനെ ആയിഷ പതറിപ്പോയി. ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദനയായി. നാട്ടുകാരെ പറഞ്ഞതല്ല, റസൂലുള്ള വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ വേദനിക്കുന്ന ഹൃദയത്തോടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഓടി ചെന്നതിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ വ്യഭിചരിക്കുവോ വാപ്പാ, ഞാൻ വ്യഭിചരിക്കുവോ വാപ്പാ? ഇവരെല്ലാവരും പറയുന്നത് കള്ളമാണ് വാപ്പാ. തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പൊന്നുപോള് പറയുമ്പോ വാപ്പ പറയുന്നു, ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. വാപ്പ കൈയൊടിയുകയാ. പിന്നീട് കടന്നു ചെല്ലുന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലാ. തന്റെ ഉമ്മയുടെ മുന്നിലേക്ക് കൂടി ചെന്നിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോടെ ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ, ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ. ഇവര് മുഴുവനും തെറ്റിദ്ധരിച്ചിരിക്കുകയാ. ഇവര് പറയുന്നത് കള്ളവാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറയുമ്പോ മകളുടെ കയ്യിൽ പിടിച്ചിട്ട് പെറ്റുന്ന പറയുന്നു, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ ആയിഷ. വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ഉമ്മ കൈയിടുന്നു, വാപ്പ കൈയിടുന്നു, ഭർത്താവ് കൈയിടുന്നു. ഒരു രാജ്യം മുഴുവനും ഒരു നാട് മുഴുവനും വ്യഭിചാരിയെന്ന് മുദ്രകുത്തിയിട്ട് എല്ലാവരും കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ 16 വയസ്സിന് താഴെ പ്രായമുള്ള 14 വയസ്സിന് താഴെ പ്രായമുള്ള ആയിഷ ബീവി തോറ്റുകൊടുത്തില്ല. ആയിഷ ബീവി പതറിയില്ല. പടച്ചവരേ,
ആത്മഹത്യ ചെയ്യാ തീരുമാനിച്ചില്ല. തോറ്റുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. പടച്ചവര് ചെയ്യാത്ത തെറ്റിന്റെ പേര് നാട്ടുകാർ മുഴുവനും കളിയാക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല വീടിനകത്ത് കയറുകയാ. നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ കയറെടുത്തില്ല, ബസമെടുത്തിരിച്ചില്ല. അല്ലാഹുവേ, വീടിനകത്ത് നിസ്കാരപ്പായിലിരിക്കുകയാ. 14 ദിവസം കഴിഞ്ഞു. 15ാമത്തെ ദിവസം സുബ്ഹ് നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരെ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാ. ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. നബിയേ, ഖുർആനിലായത്തിറങ്ങിയോ നബിയേ, ഖുർആനിലായത്തിറങ്ങിയോ നബിയേ, ജിബ്രീൽ വന്നോ നബിയേ, 7 ആകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ. ആയിഷാ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, അല്ലാഹു സഹായിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു തആല പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ ഇത്ര ഉറപ്പെന്തേ ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? അവിടുന്ന് പറഞ്ഞു, നബിയേ, ഈ 14 ദിവസം ഞാൻ ഈ റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ. ഹൃദയം പൊട്ടുന്ന വേദനയോട്, താങ്ങാൻ കഴിയാത്ത വേദനയോട് ഞാൻ റബ്ബിനോട് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ഏത് ദിക്റാ ആയിഷ? നിനക്ക് മനസമാധാനം തന്നോ, ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്നോ, ആ ദിക്റേതാ ആയിഷ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു, നബിയേ, നിസ്കാരപ്പായിലിരുന്നുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, എന്റെ ഉമ്മ എന്നെ കൈയൊഴിഞ്ഞു, എന്റെ വാപ്പ എന്നെ കൈയൊഴിഞ്ഞു, എന്റെ കൂടപ്പിറപ്പ് എന്നെ കൈയൊഴിഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ കൈയൊഴിഞ്ഞു, ഈ നാട്ടുകാർ മുഴുവനും ഞാൻ വ്യഭിചാരിയാണെന്ന് പറഞ്ഞെന്നെ കളിയാക്കുന്നു. അല്ലാഹ്, ആര് കളിയാക്കിയാൽ എനിക്കൊന്നുമില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. എനിക്ക് നീ മാത്രം മതി പടച്ചവരെ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവരെ. എന്റെ ഉമ്മയേക്കാൾ നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അല്ലാ. സത്യം നിനക്കറിയാമല്ലോ അല്ലാ. എന്നെ കൈവിടല്ലേ അല്ലാ, എന്നെ കൈവിടല്ലേ അല്ലാ, എന്നെ കൈവിടല്ലേ അല്ലാ. ആയിഷാ ബീവി പറഞ്ഞത് ചെറുതായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദന വരുമ്പോ, ലക്ഷങ്ങളുടെ കടം വരുമ്പോ, നാട്ടുകാരും കുടുംബക്കാരും ഭാര്യയും മക്കളും ഒറ്റപ്പെടുത്തുമ്പോ, ആരുമില്ല എന്ന് നിനക്ക് തോന്നുമ്പോ, ഈ ദുനിയാവിലെ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയായിരുന്നല്ലോ എന്ന് നിന്റെ മനസാക്ഷി, നിങ്ങളുടെ മനസ്സ് നിന്നോട് പറയുമ്പോ, ഒന്ന് മനസമാധാനം കിട്ടാൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്റെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളോട്, പെങ്ങളെ, അല്ല നിന്നെ ഒരിക്കലും കൈയൊഴിയൂല. നിന്നെ വല്ലാത്ത സ്നേഹമാ, നീ വല്ലാത്ത
വല്ലാത്ത സ്നേഹമോ. ഒരിക്കലും പടച്ചറപ്പ് നിന്റെ കണ്ണ് നിറയുന്നത് സഹിക്കൂല. അള്ളാഹുവിന് വല്ലാത്ത വേദനയാണ് തന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് സഹിക്കാൻ കഴിയൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുപോരൂ, ഹൃദയത്തിനകത്ത് റബ്ബിന്റെ അർശുണ്ടോ അതിന്റെ ഒന്നാമത്തെ അടയാളം ഹുസ്നുൽ അന്നി ബില്ലാഹി തആല. നിന്നെ പടച്ച റബ്ബിനെ കുറിച്ച് നല്ല ഭാവന വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ആയുധം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:45 11 മണിക്ക് ഇൻഷാ അല്ലാഹ് നിർത്തുകയാ ഒരൊറ്റ സൂറത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 4 വരിയുള്ള ഒരു ചെറിയ സൂറത്ത് പറഞ്ഞു തരാം. ഓതിയാ കിട്ടുന്ന പ്രതിഫലം 50 കൊല്ലം ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓതിയിട്ട് പിരിഞ്ഞൂടെ 50 കൊല്ലം ചെയ്ത പാപം കഴുകിയിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. 4 വരിയേ ഉള്ളൂ. ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. ഓതാന്ന് നീ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകി. എന്താ ബക്കറ്റ് എടുത്തോ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഇതിൽ വല്ലതും ഉണ്ടോടെ പെട്ടെന്ന് ബക്കറ്റ് എടുത്തോ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് എല്ലാവരും ആ പൊക്കിയ കൈ ഒന്ന് ഇട്ടോ. മരിക്കണ സമയത്ത് ഈ പ്രതിഫലം കാണാൻ. ഇന്ന് രാത്രി പോവാ. വെള്ളിയാഴ്ച രാവ് ഷഹീദിന്റെ കൂലി ഒരു നല്ലത് ചെയ്തിട്ട് പൊക്കോ. പക്കറ്റുമായിട്ട് മുന്നിൽ വരുന്ന വേറെ പിരിവൊന്നുമില്ല. അള്ളാഹുവെ മരിക്കുന്ന സമയം എനിക്ക് കാണിച്ചു തരണം ഇതിന്റെ പ്രതിഫലം എന്ന നിയത്തോടൊരു സദഖ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇട്ടോ. ചില്ലറയെങ്കിൽ ചില്ലറ. ഇവിടെ വരെ കേൾക്കണിട്ടോ ഇൻഷാ അല്ലാഹ്. ഉള്ളതിട്ടോ. നഷ്ടമില്ല. ഇതാണ് പ്രതിഫലം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പെണ്ണുങ്ങളുടെ അടുത്തുകൊണ്ട് എത്തിയ വെള്ളം താപ്പാൻ നിർത്തിയത്. 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഉമ്മാടെ നാടൊക്കെ പാലക്കാടൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇന്നലെ രാത്രി വെളുപ്പാങ്കാലം 3 മണിക്കാണ് വീട്ടിൽ വന്നേ. ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ബാക്കിയൊക്കെ പറയും. ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കഴിഞ്ഞ ബക്കറ്റിലൊക്കെ പൈസ ഇട്ടാ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യാറായില്ലേ? ഇതോടെ നിങ്ങളുടെ മുഖത്തൊന്നൊരു സന്തോഷമില്ല. അൽഹംദുലില്ലാഹ് സന്തോഷം. അള്ളാഹു മഴയൊന്നും ഇല്ലാതാക്കി തന്നില്ലേ? ശുക്ർ ചെയ്യ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ബക്കറ്റ് സിയാദുക്കാണോ ബക്കറ്റ് പിരിവ്? നൊണ്ടി നടക്കുന്നുണ്ട്. കുഴപ്പമില്ല. സ്വർഗത്തിൽ നാളെ പരലോകത്ത് നല്ലതുപോലെ നടക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞെങ്കിലും നമുക്ക് എഴുന്നേക്കാം. എത്ര? 4 പ്രതിഫലം. ഇങ്ങോട്ട് നോക്ക്. ഈ സൂറത്ത് ഓതിയാ കിട്ടുന്നത് 4 പ്രതിഫലം. ഒന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും പറഞ്ഞു തരണ്ട, പറയാനുള്ള ഓർമ്മ നിനക്കുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കണം. എല്ലാരും വരും. നിന്റെ ശത്രുവും വരും. നീ മരിച്ചെന്ന് കേൾക്കുമ്പോ കളിയാക്കിയവനും പരിഹസിച്ചവനും എല്ലാ എണ്ണവും വരും. വരുമ്പോ എങ്ങനെ അങ്ങോട്ട് കിടക്കണം ചിരിച്ചിട്ട്. മുഖത്തിട്ടിരിക്കണ വെള്ള തുണി പൊക്കിയിട്ട് എന്താടാ കിടപ്പ് പടച്ചവനെ, ഇങ്ങനെ തന്നെ നോക്കി നിൽക്കണം നിന്റെ മുഖത്ത്. എന്നിട്ട് അവൻ പറയണം, അല്ലാ എനിക്ക് ഇതുപോലൊരു മരണം തരണേ എന്ന് പറയണം. അങ്ങനെ ചിരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ ചിരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് തെണ്ട ലൈക്ക് അല്ലേ? എല്ലാരും ലൈക്കിന് തെണ്ടുന്ന കാല. ഇവിടുന്ന് ലക്ഷങ്ങൾ മുടക്കി കഅബയിൽ പോകും. ഇവൻ ദുനിയാവി വെച്ചിട്ട് ഭൂമി വെച്ചിട്ട് നാട്ടി വെച്ചിട്ട് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിച്ച അല്ലേ? കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കും. അതിന്റെ നേരെ നിന്ന് നിസ്കരിച്ച ഇവൻ 60-70 മുടക്കി മദീന മക്കത്ത് എന്നിട്ട് ആ കഅബയുടെ നേരെ തിരിഞ്ഞ് എന്നിട്ട് ആ ഫോട്ടോ എടുക്കണേ. അടച്ചാനല്ലേ ഇവിടെ ഇത്രയും നാളും അതിന്റെ നേരെ നിന്നു. അവിടെ ചെന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് തെണ്ടണ പോലെ തെണ്ട ലൈക്കതാ. മകനെ എന്താ പറയാ ചെറുപ്പക്കാരോട്? മക്കളെ ലൈക്ക് വേടിക്കണം. എപ്പോഴാ വേടിക്കുന്നറിയോ? ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല ലൈക്ക് വേടിക്കേണ്ടത്.
ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് 100 1000 ഒന്നും വേണ്ടടാ. 40 പേര് ലൈക്ക് അടിച്ചാൽ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നിങ്ങളെല്ലാവരും നാളെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ആരോ വിളിച്ചു പറഞ്ഞു ഇന്നലെ വഅദ് പറയാമെന്ന് സിറാജ് ഉസ്താദ് മരിച്ചുപോയി. സിറാജ് പോയടാ. പടച്ചവരെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അല്ലാഹുവേ, ഒന്ന് കാണണമല്ലോ. എന്നെ കാണാൻ എന്റെ വീട്ടിലേക്ക് നാളെ എല്ലാവരും വരികയാണ്. പടച്ചവനെ, ജുമഅയ്ക്ക് മുമ്പിൽ ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന എന്റെ മയ്യത്തിന്റെ മുന്നിൽ ഉമ്മ കരയുന്നുണ്ട്, കൂടപ്പിറപ്പ് കരയുന്നുണ്ട്, എല്ലാരും കരയുകയാണ്. എന്റെ 3 വയസ്സുള്ള സിനാൻ ഓടി വന്നിട്ട് വാപ്പാ വാപ്പാ എന്ന് വിളിച്ച് കരയുകയാ. എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സിറാജിനെ കാണാൻ നിരന്ന് വരിയായി നിന്ന് വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്തിയിരിക്കുന്ന എന്റെ മുഖത്ത് നിന്ന് വെള്ള തുണി അങ്ങോട്ട് ഉയർത്തി നോക്കിയിട്ട് ഇറങ്ങി പോകുമ്പോ 40 പേര് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലക്ഷങ്ങളും ആയിരക്കണക്കിന് പേര് 100 കണക്കിന് പേരുടെ ലൈക്ക് വേണ്ടടാ. മരിച്ചു കിടന്ന് നിന്റെ മയ്യത്ത് കണ്ടിട്ട് 40 പേര് ലൈക്ക് അടിച്ചാ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, മോനെ, ചിരിച്ചുകൊണ്ട് കിടക്കണോ? 4 വരികളുള്ള സൂറത്തോതിയാ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം നിന്റെ മുഖത്താ ചിരിയുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, 50 കൊല്ലത്തെ പാപം പൊറുക്കും. 2, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ പറ്റും. 3, മരിച്ചു കിടക്കുമ്പോ ചിരിക്കാൻ കഴിയും. 4, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.